ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയാലോ? ഇന്ന് നല്ല ഫ്രഷ് പപ്പായ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് പപ്പായ. പപ്പായ നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത്രയും പഴുത്തൊന്നും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്ര പഴുത്ത പപ്പായ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തുപോയ പപ്പായ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലി കട്ട് ചെയ്യാനായിട്ടുള്ള പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം. പപ്പായൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. നല്ലപോലെ പഴുത്ത പപ്പായ, പഞ്ചസാര ആവശ്യത്തിന്, ഒരു പാക്കറ്റ് ബൂസ്റ്റ്, ആവശ്യത്തിന് പാല്, ഈന്തപ്പഴം. ഇനി നമ്മുടെ ജ്യൂസറിലേക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കാം, ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്രയാണോ അത്രയും പാലിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. ഇതിപ്പോൾ വലിയ ഗ്ലാസ്സിലാണെങ്കിൽ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ നല്ലപോലെ അടിച്ചെടുക്കാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പപ്പായ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. ഐസ്ക്രീം ഓപ്ഷണലാണ്. ഐസ്ക്രീം ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതുപോലെ ഒരു ഈന്തപ്പഴം കൂടെ ചേർക്കുന്നുണ്ട്. അടിപൊളി പപ്പായ ഷേക്കാണ്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്